യെശയ്യാ പ്രവചനം 43 15-16 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും ചെയ്യും. പോകേണ്ട വഴി കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ അലയേണ്ടി വരും. സാധാരണ വലിയ അധികാര സ്ഥാനത്തിരിക്കുന്നവർ പോകുമ്പോൾ അവരുടെ വാഹനത്തിന് മുൻപിലായി സേവകർ വഴി ഒരുക്കി പോകാറുണ്ട്. എന്നാൽ അവർക്കുള്ള വഴിയിൽ കൂടി മാത്രമേ പോകുവാൻ സാധ്യമാകൂ. എന്നാൽ നമ്മുടെ ദൈവത്തിന് സമുദ്രത്തിലും പെരുവെള്ളത്തിലും പാത ഒരുക്കുവാൻ കഴിയും. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. മർക്കോസ് 1:2. ലോകത്തിൽ നാം സാധാരണക്കാർ ആണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം രാജകീയ പുരോഹിത വർഗമാണ്. അതിനാൽ നമ്മെ നയിക്കുന്നതും വഴി നടത്തുന്നതും സ്വർഗീയ ദൂതന്മാരുടെ കാവലോടെയാണ്. നമ്മുടെ മുൻപിലും പിൻപിലും നമുക്ക് ചുറ്റും അദൃശ്യമായ ഈ സ്വർഗീയ സൈന്യം ഉണ്ട്. ഇത് വ്യക്തമായി 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അരാം സൈന്യവും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായി. എന്നാൽ അരാം സൈന്യത്തിന് വേണ്ട പോലെ ഇസ്രായേലിനെ നേരിടാൻ സാധിച്ചില്ല. കാരണം അരാം സൈന്യത്തിന്റെ നീക്കങ്ങളെ എലീശ പ്രവാചകൻ ഇസ്രായേൽക്കാരെ അറിയിക്കുകയും അങ്ങനെ ഇസ്രായേൽ രക്ഷപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ അരാം രാജാവിന്റെ മനസ്സ് കലങ്ങി. എന്തുകൊണ്ടാണ് അരാം സൈന്യത്തിന് ഇസ്രായേലിനെ ജയിക്കുവാൻ സാധിക്കാത്തതെന്ന് രാജാവ് അന്വേഷിക്കുകയും അതിന് കാരണക്കാരൻ എലീശ പ്രവാചകനാണെന്ന് രാജാവ് മനസ്സിലാക്കുകയും ചെയ്തു. അതിനാൽ വലിയ ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രാജാവ് ഇസ്രായേലിന് നേരെ എലീശയുടെ നേരെ അയച്ചു. എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ ഭയപ്പെട്ട് എലീശയുടെ അടുക്കലേക്ക് വന്ന് ഈ സംഭവം പറഞ്ഞു. എന്നാൽ അവനോട് എലീശ ഇങ്ങനെ പറഞ്ഞു: പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. 2 രാജാക്കന്മാർ 6:16. പിന്നെ എലീശ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കുവാനായി പ്രാർത്ഥിച്ചു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച എലീശയുടെ ബാല്യക്കാരൻ കണ്ടു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. 2 രാജാക്കന്മാർ 6:17. അരാം സൈന്യം വരുന്നതിന് മുൻപ് സ്വർഗത്തിലെ സൈന്യം എലീശയുടെ സംരക്ഷണത്തിനായി അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും ഇറക്കി. എലീശ ദൈവത്തോട് അപേക്ഷിച്ച പ്രകാരം അരാം സൈന്യത്തിന് അന്ധത ബാധിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് മുൻപിൽ നടന്ന് വഴി ഒരുക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം അറിയണം. അവൻ നമ്മുടെ ചുറ്റിലും ദൂതന്മാരെ കാവലിനായി അയക്കുന്നു. ഈ കാവലാണ് നമ്മെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. ഈ കൃപയും കാവലുമാണ് പ്രകൃതിയിലെ ഓക്സിജൻ നൽകുവാൻ നമ്മെ പ്രാപ്തനാക്കുന്നത്. ഈ കൃപയും കാവലുമാണ് നമുക്ക് കാലെടുത്ത് ഒരടി നടക്കുവാൻ പ്രാപ്തനാക്കുന്നത്. 430 സംവത്സരം മിസ്രയീം അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനതയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടുവാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലായിടത്തും ഫറവോന്റെ സൈന്യവും യുദ്ധ കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരുടെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. ആ ദൈവം തേജോമയനായ ദൈവമാണ്, അത്യുന്നതനാണ്, സർവശക്തനാണ്, നിത്യപിതാവാണ്. ആ ദൈവം പ്രവാചകനിലൂടെ നമ്മോട് പറയുന്നു: ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കുകയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാവ് 43:15-19 വരെ. മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യം.
പത്രോസിനെ വധിക്കുവാൻ വേണ്ടി ഹെരോദാവ് കാത്തിരുന്നു. എന്നാൽ സ്വർഗീയ ദൂതന്മാർ കാരാഗ്രഹവാതിലിനെ തുറന്ന് അവന് വഴിയൊരുക്കി. നമ്മുടെ ഭാവി നിർണയിക്കുന്നത് മനുഷ്യരല്ല, സർവശക്തനായ ദൈവമാണ്. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസങ്ങളും പരീക്ഷകളും ദുരിതങ്ങളും എന്തുമാകട്ടെ, നമ്മുടെ കണ്ണുനീരിനെ അളന്നെടുത്ത് തുരുത്തിയിലാക്കി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റാരും നമ്മെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നു. നമുക്ക് വേണ്ടി സകലതും ഒരുക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നു. നാം അറിയാതെ എത്രയോ പ്രതിസന്ധികളിൽ ആ സ്നേഹം നമ്മെ തേടി വന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9. ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അലറി വരുന്ന തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കട്ടെ, കരം തന്ന സമുദ്രത്തിൽ കൂടിയും പെരുവെള്ളത്തിൽ കൂടിയും നടക്കുമ്പോൾ പാതയൊരുക്കി വഴി നടത്തുന്ന ആ നല്ല ഇടയനെ നമുക്ക് അനുഗമിക്കാം. ദൈവിക പദ്ധതി വെളിപ്പെടുവാനായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com